Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തെടുക്കുന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചേളാവ്. ഇത് കാണുമ്പോൾ ഒരു സ്ക്വയർ പീസ് ഫാബ്രിക് ആണെന്നേ തോന്നുള്ളൂ. ഇങ്ങനെ മടക്കി നമുക്ക് ബാഗിൽ വെച്ചിട്ട് പോവാം. ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ഇതൊരു ബാഗാക്കി മാറ്റാൻ പറ്റും. ഇതേ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. പഴയ കാലത്തെ ചേളാവ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഒരു പുതിയ വേർഷനാണ്. കണ്ടില്ലേ, ഡിഫറെൻറ്റ് രീതിയിൽ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിലോ, വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കാണ്. 40 ഇഞ്ചസ് ആണ് ഇവിടെ എനിക്ക് ലെങ്ത് ഉള്ളത്. നല്ല വിഡ്ത്തുള്ള ഫാബ്രിക്കാണ്. 40 ഇഞ്ചസ് തന്നെയാണ് താഴേക്ക് വിഡ്ത്ത് ഉള്ളത്. അപ്പോൾ ഇതൊരു സ്ക്വയർ പീസാണ്. വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ടും എടുത്തിട്ട് ഒരു വലിയ ചേളാവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനെന്തായാലും ഇത്രയ്ക്കും വലുതായിട്ട് ചെയ്യുന്നില്ല. കുറച്ചൊന്ന് ഒരു ചെറിയ ബാഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 40 ഇഞ്ചസിൽ കുറച്ച് മാറ്റിയിട്ട് ഒരു ചെറിയ സ്ക്വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 8 ഇഞ്ചസ് ഞാനിതൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് 8 ഇഞ്ചസ് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ചെറിയൊരു സ്ക്വയർ പീസ്, അതായത് 32 ഇഞ്ചസിൽ ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാം. 8 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ചേളാവിന് വേണ്ടിയിട്ടുള്ള ഒരു വള്ളി വേണം. അപ്പോൾ ആ വള്ളിയും കൂടി ഈ ഫാബ്രിക്കിൽ നിന്ന് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഈ വലിയ സ്ക്വയർ വെച്ചിട്ട് ചേളാവ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഫാബ്രിക് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനെന്തായാലും ഇതിൽ നിന്ന് തന്നെയാണ് വള്ളിയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചസ് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി വിഡ്ത്തിൻ്റെ പാർട്ടിലും 8 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്യണം. ഈസി ആയിട്ടൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഒന്ന് കോണോട് കോണെന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഇതിങ്ങനെ ഒന്ന് മടക്കുന്നു. കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വിഡ്ത്തിൻ്റെ പാർട്ടിലും 8 ഇഞ്ചസ് തന്നെ ഉണ്ടാവും. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ആ പാർട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ നമുക്ക് കിട്ടും. വേണമെങ്കിൽ പിൻസ് യൂസ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പിൻസ് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ദേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാലൻസ് വന്ന ഫാബ്രിക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ 4 കോർണേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ 4 കോർണേഴ്സിലും നമുക്ക് 2 ഇഞ്ചസ് വീതം ഒന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ വെച്ചിട്ട് സൈഡിലേക്ക് 2 ഇഞ്ചസിലൊരു മാർക്കിംഗ് കൊടുക്കാം. താഴേക്കും 2 ഇഞ്ചസിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ 2 പോയിൻറ്റ്സും കൂടി ചേർത്തൊന്ന് ലൈനാക്കി ജോയിൻ ചെയ്യാം. ഇത്രയും പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇപ്പോൾ ഞാൻ 4 കോർണേഴ്സും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റൈറ്റ് സൈഡാണ്. ഇതാണ് റോങ് സൈഡ്.
അതായത് ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്തേക്ക് ഈ കോർണർ നമ്മൾ കട്ട് ചെയ്തില്ലേ, ഈ ഒരു പാർട്ട് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ ഫോൾഡ് മതി, ഒരേ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 4 കോർണേഴ്സും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഈ മടക്കിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് വള്ളി കടത്തി വിടേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് വിഡ്ത്തിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/4 ഇഞ്ചിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നു. പിന്നീട് ഇങ്ങനെ ഒരു വലിയ ഫോൾഡ് കൊടുക്കുന്നു. ഏകദേശം 1 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വീതിയിൽ വരുന്ന വള്ളി ഈസി ആയിട്ട് കടത്തി വിടാൻ പറ്റും. അപ്പോൾ വള്ളിയുടെ വിഡ്ത്തിനനുസരിച്ചിട്ട് വേണം ഇവിടെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇങ്ങനെ ഫുള്ളായിട്ട് പിടിച്ചിട്ട് ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കോർണറിൽ വരുന്ന ആ ഒരു എൻഡ് നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കോർണർ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിക്കുകയാണ് ഞാൻ. ഇതുപോലെ വെച്ചിട്ട് ഒരു ചെറിയ ഫോൾഡ് കൊടുക്കുന്നു, ഒരു വലിയ ഫോൾഡ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ വള്ളി പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നന്നായിട്ട് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെയായിരിക്കും കോർണർ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാൻ 4 സൈഡ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വള്ളി ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ബാലൻസ് വന്നിരുന്ന 8 ഇഞ്ചസ് വിഡ്ത്തിലുള്ള ഫാബ്രിക്കിനെ 2 ആക്കിയിട്ട് ഞാൻ ഇവിടെ 4 സ്ട്രിപ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 4 സ്ട്രിപ്സും കൂടി ജോയിൻ ചെയ്തിട്ട് ഒറ്റ സ്ട്രിപ്പാക്കി എടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 3/4 ഇഞ്ചുള്ള ഒരു സ്ട്രാപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഇഞ്ചസ് മതിയാവും സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത്. പക്ഷേ ഇവിടെ ഇപ്പോൾ 4 ഇഞ്ചസ് ഉണ്ട്. ഞാൻ ഇതുപോലെ വെച്ചിട്ട് തന്നെ ഇത് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം 3 ഇഞ്ചസിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. റൈറ്റ് സൈഡ്സ് ചേർന്ന് വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. അങ്ങനെ 4 സ്ട്രിപ്സും ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഒറ്റ സ്ട്രിപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തിടാം. 3 ഇഞ്ചസ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 3 ഇഞ്ചസ് വിഡ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 സൈഡും ഇങ്ങനെ റോങ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നല്ല സൈഡാണ് പുറത്ത് കാണുന്നത്. ഇനി ഇത് മിഡിൽ വെച്ചിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വള്ളി റെഡിയാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വള്ളിക്ക് കുറച്ച് കട്ടി ഉണ്ടാവും. ഇപ്പോൾ 3/4 ഇഞ്ചായിരിക്കും വള്ളിയുടെ വിഡ്ത്ത് വരുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡിലും ലാസ്റ്റ് ചെയ്യുന്ന എൻഡിലും കുറച്ച് പാർട്ട് ഒരു 4-5 ഇഞ്ചോളം നമുക്ക് സ്റ്റിച്ച് ചെയ്യാതെ വിടണം. ലാസ്റ്റിൽ അത് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ വിടുന്നത്. കുറച്ചധികം ലെങ്ത്തിലേക്കാണ് ഇപ്പോൾ വള്ളിയുടെ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എക്സാക്റ്റ് എത്ര ലെങ്ത്തിലേക്കാണ് വള്ളി വേണ്ടതെന്ന് അറിയാനായിട്ട് ഈ സ്ക്വയർ പീസിൻ്റെ ചുറ്റുമുള്ള അളവെന്നറിയണം. ഇപ്പോൾ 1 സൈഡ് ഇപ്പോൾ നോക്കുകയാണ്, ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് ഇതിൽ മൈനസ് ആവും. 32 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ 28 ഇഞ്ചസാണ് ഉള്ളത്. അപ്പോൾ ഈ 28 ഇഞ്ചസ് 4 സൈഡിലും വരുമ്പോൾ 112 ഇഞ്ച് ഉണ്ടാവും. ആ ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. ഇപ്പോൾ ഇത് വള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോർണറിലുള്ള ഹോളിൽ കൂടി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ചുറ്റുമുള്ള ഫോൾഡിലൂടെ കറങ്ങി അതേ കോർണറിൽ കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കാം. പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബാഗാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈസി അല്ലേ ചെയ്തെടുക്കാൻ? ഞാനിവിടെ ഇപ്പോൾ സെയിം കളർ ഫാബ്രിക്കാണ് വള്ളി ചെയ്തെടുക്കുന്നതിനും യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒറ്റ കളറിലുള്ള ഫാബ്രിക്കോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സോ ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് മാറും. ഇനി നമുക്ക് ഈ 2
എൻഡ്സും കൂടി ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ്സ് ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക. 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്യുക. ഇപ്പോൾ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ റോങ് സൈഡിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഈ വള്ളി കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ടിത് ഉള്ളിലേക്ക് എടുക്കാം. ഇത്രയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചേളാവ് റെഡി ആയിട്ടുണ്ടാവും. വള്ളി ഉള്ളിലേക്ക് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് സ്ക്വയർ പീസ് തന്നെ കിട്ടും. ഇനി ഇത് ബാഗാക്കി മാറ്റാനായിട്ട് ഈ കോർണേഴ്സിലുള്ള ഈ ഗ്യാപ്പിലൂടെ വള്ളി പുറത്തേക്ക് വലിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ 4 സ്ട്രാപ്സ് ഉള്ള ചേലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു ബാക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പോസിറ്റ് കോർണേഴ്സിൽ നിന്നാണ് നമ്മൾ വള്ളി പുറത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളമുള്ള സ്ട്രാപ്പുള്ള ബാഗ് ഇതുപോലെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.